അപ്പോൾ നമ്മുടെ ഫോർച്യൂണറിൻ്റെ സെറ്റിംഗ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളും പാർട്സുകളും കാര്യങ്ങളെല്ലാം അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബോണറ്റ് സെറ്റ് ചെയ്തു. AGPയുടെ ബോണറ്റാണ്. ഇനിയിപ്പോൾ ഇതുമ്പോൾ കുറച്ച് ലെവലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ബാബട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ 2 സൈഡ് ഫെൻഡറുകൾ കയറ്റും. എൻ്റെ ഹെഡ്ലൈറ്റുകൾ കയറ്റണം. ഹെഡ്ലൈറ്റിൻ്റെ ബ്രാക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 2010 ഫോർച്യൂണറാണിത്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ 2012-16 വരെ മോഡലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ ടൊയോട്ട വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് വന്ന് തുടങ്ങിയാൽ റെസ്റ്റ് ഉണ്ടാവും. അതായത് എവിടെയെങ്കിലും നമ്മളൊരു എന്തെങ്കിലും പെയിൻറ്റ് വണ്ടി അടിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് റെസ്റ്റ് തുടങ്ങിയിട്ട് റെസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഒന്നും ചെയ്തില്ല, മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കേട്ടോ. എവിടെയും ഒരു പൊടി തുരുമ്പ് പോലും ഈ ഒരു വണ്ടിയുടെ കാണാനില്ല. അതാണ് ഈ ടൊയോട്ട വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നമുക്കിനിപ്പോൾ ഈ പാർട്സുകൾ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കാണാം. ഫോർച്യൂണർ നമ്മൾ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നെറ്റ് ബോൾട്ടുകൾ. എല്ലാ കസ്റ്റമേഴ്സിന് ഡൗട്ടായിരിക്കും ഈ നെറ്റ് ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഹോളൊക്കെ അടിച്ചിട്ടുള്ള ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല. എവിടെയാണ് കമ്പനി ബോൾട്ടുകൾ വരുന്നത് കണ്ടോ, ഇവിടെ കറക്റ്റ് അലൈൻ ചെയ്തിട്ട് Type 2-ൻ്റെ പാർട്സുകൾ അലൈൻ ചെയ്തിരിക്കും. അതിപ്പോൾ കണ്ടോ, ഈ ഒരു ബോണറ്റ് ആയാലും ഫെൻഡറായാലും ഫെൻഡറിൻ്റെ സൈഡ് വശങ്ങളായാലും എല്ലാം കറക്റ്റ് അലൈൻ ചെയ്തിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർച്യൂണറിൻ്റെ ഫുൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇവിടെ സെറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2010 മോഡൽ ഫോർച്യൂണർ ഈ ഒരു മോഡലിലേക്ക് ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോഡിയും കാര്യങ്ങളെല്ലാം കൺവേർഷൻ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഈ ഫോർച്യൂണറും കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യുമ്പോൾ ചേട്ടാ അഡീഷണൽ ആയിട്ട് ഒരുപാട് ക്ലാമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരില്ല, ഒറിജിനാലിറ്റി നഷ്ടപ്പെടില്ല, എന്തെങ്കിലും റെസ്റ്റ് ഇഷ്യൂസ് ഭാവിയിൽ വരില്ല എന്നൊക്കെ ഉള്ളൊരു പേടി. പക്ഷേ ഈ ഒരു ഫെൻഡറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് കമ്പനി വരുന്നത്, ആ കമ്പനി 8 വോൾട്ട് തന്നെ പ്രോപ്പറായിട്ട് അലൈനായിട്ട് വരും. ആകെ നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ താഴെ വരുന്ന ഒരു ബ്രാക്കറ്റ് മാത്രം, അതും ടാക്ക് പിടിച്ചതിന് ശേഷം റീടാക്ക് ചെയ്തിരിക്കുകയാണ്. അതൊരു മേജറായിട്ടുള്ള പാച്ചറും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഫോർച്യൂണർ ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ കിറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റ് ഗ്യാപ്പ് കാര്യങ്ങളാണ്. ടോപ്പിലെ ഗ്യാപ്പ് ചെക്ക് ചെയ്യാം. അതേപോലെ ബോണറ്റിൻ്റെ ഗ്യാപ്പുകൾ ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു റബ്ബർ വരും കേട്ടോ. ഇവിടെ ആ ഗ്യാപ്പ് ചെക്ക് ചെയ്യാം. ഇവിടെ വരുന്ന ഗ്യാപ്പ് ചെക്ക് ചെയ്യാം. ബമ്പറിൻ്റെ ഗ്യാപ്പ് ചെക്ക് ചെയ്യാം. അതേപോലെ ഈ സൈഡിലെ ഗ്യാപ്പ്, ഇതെല്ലാം പ്രോപ്പർ അലൈനായിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് അതൊരു അൽക്കുരത്തായിട്ടുള്ള സെറ്റിംഗ് ഒന്നുമല്ല. ബാക്കിൽ വരണമെങ്കിലും ബാക്കിലും ബമ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ബമ്പറിൻ്റെ ഗ്യാപ്പായാലും. ബ്രാക്കറ്റ് പുതിയത് ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു മെനകേടുണ്ട്. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യണം ബാക്കിൽ, കാരണം പഴയ ബ്രാക്കറ്റ് ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അതല്ലാണ്ട് വേറെ ഒരു ഇതില്ല. ടൈലൈറ്റ് നമ്മൾ ഇതിന് LED ടൈലൈറ്റാണ് വെക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പ് ടൈലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബാക്കും ഈ ഒരു രീതിയിലും ഫ്രണ്ടും ഈ ഒരു രീതിയിലും ഫുള്ളായിട്ട് കൺവേർഷൻ കഴിഞ്ഞിട്ടുണ്ട്. കൺവേർഷൻ ചെയ്ത താല്പര്യം കോൺടാക്ട് ചെയ്യുക, പാർട്സ് താല്പര്യം കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ പാർട്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് AGPയുടെ ബോഡി പാർട്സ്, AGPയുടെ ബമ്പർ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രില്ല് ഇമ്പോർട്ടഡാണ്. ഹെഡ്ലൈറ്റ് ഇപ്പോൾ പഴയത് സെറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നല്ല. നമ്മൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഡാമേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ പഴയ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നുണ്ട്. അത് വെച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യും. സെറ്റിങ് പെയിൻറ്റിങ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ പുതിയ ഹെഡ്ലൈറ്റ് നമ്മൾ കയറ്റുകയും ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഓൾട്ടീസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി കാണിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തോ. അതിൽ ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള റീൽസ് ഇടുന്നതാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ലെങ്ത്തായിട്ടുള്ള വീഡിയോ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ ഇടുമ്പോൾ വ്യൂ കുറവാണ്. കാരണം അത്രയ്ക്കും ലെങ്ത്തായിട്ടുള്ള വീഡിയോസ് ആൾക്കാർക്ക് കാണാനായിട്ട് ഒരു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലെങ്ത്തായിട്ടുള്ള വീഡിയോ തന്നെ ഇടണം. നമ്മളൊരു ഷോർട്ടിൽ ഇങ്ങനെ സിനിമാറ്റിക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു
അതിൻ്റെ ഒരു ക്വാളിറ്റി, അതേപോലെ അതിൻ്റെ ഗ്യാപ്പ്, അതേപോലെ അതിൻ്റെ ഒരു സെറ്റ് ചെയ്ത പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കുറച്ച് ലെങ്ത്തായിട്ട് തന്നെ കാണിച്ചാലാണ് ഒരു കസ്റ്റമർക്ക് അത് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഓൾട്ടീസിൻ്റെ സെറ്റിംഗ് നോക്കിയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. 2012 മോഡൽ ഓൾട്ടീസ് ആയിരുന്നു കേട്ടോ. 2012 മോഡൽ ഓൾട്ടീസ് നമ്മൾ ഫുൾ പെയിൻറ്റിങ് ചെയ്തു. ഫ്രണ്ടിലെ ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തു. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം പഴയ തന്നെ സെറ്റ് ചെയ്യുന്നത്. റൂഫ് ബ്ലാക്ക് അടിച്ചു, നിങ്ങൾ പെയിൻറ്റിങ് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ ബാക്ക് ബമ്പർ പഴയ ബമ്പർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ബമ്പറും കാര്യങ്ങളെല്ലാം സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഡിക്കി സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫൈനലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തുടരെ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഓൾട്ടീസ് ഇറക്കിയതിന് ശേഷം ബൂത്തിൽ അടുത്ത വണ്ടിയും പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ള വീഡിയോസ് തുടരെ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടത് ഈ ഒരു വണ്ടിയൊക്കെ ഇവിടെ ഫൈനലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബെർണനാഗ്രയാണ് അടിച്ചെന്ന കളറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.